നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം കോഗ്നിറ്റീവ് എറേഴ്സിനെ കുറിച്ചാണ്. പലപ്പോഴും നമ്മളെ അൺഹെൽത്തി ആയിട്ടുള്ള ബിഹേവിയറിലേക്കും അതുപോലെ തന്നെ അൺഹെൽത്തി ആയിട്ടുള്ള ഇമോഷനിലേക്കും ലീഡ് ചെയ്യുന്നത് നമ്മുടെ തോട്ട്സാണ്. ഇത്തരത്തിലുള്ള തോട്ട്സ് എന്ന് പറയുന്നത് വളരെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടും അതുപോലെ തന്നെ ഇറാഷണൽ ആയിട്ടുള്ള തോട്ട്സുമായിരിക്കും. ഇത്തരത്തിലുള്ള ഇറാഷണൽ തോട്ട്സിനെ വിളിക്കുന്ന പേരാണ് കോഗ്നിറ്റീവ് എറേഴ്സ് അഥവാ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് എന്നുള്ളത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ പോസിറ്റീവായി അഥവാ പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ സംഭവിക്കാണ്ടിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കാറുണ്ട് നമ്മുടെ ലൈഫ് തീർന്നു, എന്നെ കൊണ്ടൊന്നിനും കഴിയില്ല, ഞാനൊരു പൊട്ടനാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിൽ കടന്നു വന്ന് വളരെ നിരാശയിലേക്ക് അതുപോലെ തന്നെ ആൻസൈറ്റിയിലേക്ക് അതുപോലെ അമിതമായ ദേഷ്യം ഇത്തരത്തിലുള്ള ഇമോഷനിലൂടെ നമ്മൾ കടന്നു പോകുന്നു. അതിൻ്റെ ഇമ്പാക്റ്റ് ആയിട്ട് വളരെ മോശമായ സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോവുകയും ചെയ്യാറ്. ഇങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ പെർഫെക്റ്റ് ആയിട്ടും അതുപോലെ പോസിറ്റീവായിട്ടും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കുമ്പോൾ നമ്മൾ വളരെ നിരാശയിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ, നമ്മുടെ ലൈഫ് തീർന്നു എന്നുള്ള രീതിയിൽ എക്സ്ട്രീമായിട്ട് ചിന്തിക്കുന്നുണ്ട് എങ്കിൽ ഇത്തരത്തിലുള്ള ചിന്തകളെ വിളിക്കുന്ന പേരാണ് ഓൾ ഓർ നത്തിങ് അഥവാ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിന്ത എന്നുള്ളത്. അതായത് ഒന്നുകിൽ എല്ലാം നല്ലത്, എല്ലാ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, എല്ലാം പെർഫെക്റ്റ്, അങ്ങനെയല്ല എങ്കിൽ എല്ലാം വളരെ മോശം ശൂന്യമായ അവസ്ഥ. അത്തരത്തിലുള്ള ചിന്താഗതിയാണ് ഈ ഓൾ ഓർ നത്തിങ് അഥവാ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാറ്റഗറി. ഓൾ ഓർ നത്തിങ് തോട്ട്സിന് അഥവാ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തോട്ട്സിന് എക്സാമ്പിളായിട്ട് ഞാൻ നിങ്ങളോടൊരു ചെറിയ കഥ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു പെയിന്ററാണ് മായി. താൻ വരയ്ക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്റ്റ് ആയിട്ട് അതിമനോഹരമായിട്ട് ചെയ്തില്ല എങ്കിൽ താൻ വരയ്ക്കുന്നത് വളരെ മോശമായി എന്ന് ചിന്തിക്കുകയും ആ ചിന്ത അവളെ വളരെ ഡിസപ്പോയിന്റഡ് ആക്കുകയും ആൻസൈറ്റിയിൽ എത്തിക്കുകയും ചെയ്യാറുണ്ട്. ഇത് കണ്ട മായയുടെ ടീച്ചർ ഒരിക്കൽ അവളെ ചലഞ്ച് ചെയ്യുവാൻ വേണ്ടി പറഞ്ഞു. വളരെ ബേസിക് ആയിട്ടുള്ള കളേഴ്സായ യെല്ലോ, ഗ്രീൻ, റെഡ് ഇവ മൂന്നും മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു പെയിന്റിങ് ചെയ്യാനായിട്ട്. ഇത് കേട്ടപ്പോൾ മായ വളരെ ഡിസപ്പോയിന്റഡ് ആയി. എങ്ങനെ ഈ 3 കളേഴ്സും മാത്രം ഉപയോഗിച്ചൊരു പെയിന്റിങ് ചെയ്യും? എന്നാലും വളരെ നിരാശയോടെ അവള് ടീച്ചർ പറഞ്ഞതല്ലേ എന്നോർത്ത് പതുക്കെ പതുക്കെ ഈ പെയിന്റിങ് അവൾ വളരെ ഇഷ്ടപ്പെടുകയും വളരെ ശ്രദ്ധയോടുകൂടെ പൂർത്തീകരിക്കുകയും ചെയ്യും. പെയിന്റിങ് എല്ലാം കഴിഞ്ഞപ്പോൾ അവള് തന്നെ സർപ്രൈസ്ഡായി. കാരണം വളരെ അതിമനോഹരമായിട്ടുള്ള ഒരു പെയിന്റിങ്. ഇതിലൂടെ മായ മനസ്സിലാക്കിയ ചില കാര്യങ്ങളുണ്ട്, ചില ഇംപെർഫെക്ഷൻസ്, അത് വളരെ മനോഹരമായി മാറുന്നതിന് സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ചില ലിമിറ്റേഷൻസ്, അത് നമ്മളിനുള്ളിലുള്ള യഥാർത്ഥമായ സ്കില്ലിനെയും നമ്മുടെ സ്ട്രെങ്ത്തിനെയും പുറത്തു കൊണ്ടുവരുന്നതിനും അതുപോലെ തന്നെ നമ്മൾ യഥാർത്ഥത്തിൽ ആരാണ് എന്നുള്ളത് തിരിച്ചറിയുന്നതിനും സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ലൈഫിൽ ഓരോ സാഹചര്യങ്ങളിലും ഇതിൻ്റെ അവസാനം എന്തായി തീരുമെന്നാണ് ആലോചിക്കുന്നത്. എന്നാൽ അതിനെല്ലാം ഉപരിയായി നമ്മൾ ഓരോ സാഹചര്യങ്ങളിൽ കൂടെയും കടന്നു പോകുമ്പോൾ ഹിയർ ആൻഡ് നൗവിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ എനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ സാഹചര്യം എത്രത്തോളം എനിക്ക് മനോഹരമാക്കി തീർക്കാനായിട്ട് പറ്റും എന്നുള്ളത് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് പറയുന്നത് ഇതുപോലെയുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിന്തകൾ അഥവാ ഓൾ ഓർ നത്തിങ് എന്നുള്ള ചിന്തകളാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ പോസിറ്റീവായിട്ടും പെർഫെക്റ്റ് ആയിട്ടും നമ്മുടെ ജീവിതത്തിൽ വന്ന് സംഭവിക്കാതിരിക്കുമ്പോൾ നമ്മൾ എക്സ്ട്രീംലി നെഗറ്റീവായിട്ട് എക്സ്ട്രീംലി നത്തിങ് എന്നുള്ളൊരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. എന്നാൽ യഥാർത്ഥമായി ലൈഫ് എന്ന് പറയുന്നത് പോസിറ്റീവും നെഗറ്റീവും ഒരുപോലെ മിക്സഡ് ആയിട്ട്, നമ്മുടെ കളേഴ്സ് എടുത്ത് പറയുകയാണെങ്കിൽ ബ്ലാക്കും വൈറ്റും കൂടിച്ചേരുമ്പോഴുള്ള ഒരു ആഷ് എന്നുള്ളൊരു കളേഴ്സും കൂടിയുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ കളേഴ്സും ഒരുപോലെ മിക്സഡ് ആയി ചേർന്നാലാണ് നമ്മുടെ ലൈഫ് വേണ്ട വിധത്തിൽ കളർഫുൾ ആയിട്ട് മുന്നോട്ട് പോകുകയുള്ളൂ.